ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുടെ അനാസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതാദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ഇതൊരു നിരന്തരം തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ജലദോഷം വന്നാൽ തന്നെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതിക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ്. കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയ ആ ഒരു യുവതി ഇന്ന് ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് യുവതിയുടെ ഭർത്താവ് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ബൈക്കിൽ വന്ന് ഹോസ്പിറ്റലിൻ്റെ ഒ.പിയിൽ നിന്ന് ലാബ് വരെ കുറച്ച് ദൂരമുണ്ട്, അവിടെ വരെ നടന്നു വന്ന് അവിടുന്ന് തിരിച്ച് വാർഡെന്ന് പറയുന്ന 3ാമത്തെ നിലയിലാണ്. ആ 3ാമത്തെ നിലയിൽ നടന്നു വന്ന് വേറൊരു ശരീരമായിട്ട് വേറൊരു അസുഖവും ഒന്നും ഇല്ലാതിരുന്ന കുട്ടിയാണ്. അവിടെ ചെന്ന് സിസ്റ്റർ ട്രിപ്പും സിസ്റ്ററാണെങ്കിൽ ട്രിപ്പിൻ്റെ നീരിൽ കുത്തി, എന്നിട്ട് അതിൽ നിന്നാണ് ബ്ലഡ് എടുത്ത് തന്നത്. ബ്ലഡ് എടുത്ത് തന്ന് പുള്ളിക്കാരി ഈ ബാത്റൂമിൽ പോയി യൂറിൻ എടുത്ത് തന്ന് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു 10 മിനിറ്റ് കൂടിപ്പോയി, അത്രേ ആകത്തുള്ളൂ. 10 മിനിറ്റിനകത്ത് 10 മിനിറ്റ് ഗ്യാപ്പിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. യുവതിയുടെ ബ്ലഡും യൂറിനും കൊടുത്ത ശേഷം അത് ടെസ്റ്റ് ചെയ്യാൻ ഭർത്താവ് പോയ സമയത്ത് ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുള്ള വലിയൊരു പിഴവ് തന്നെയാണിത്. ആ യുവതി അവിടെ ഒറ്റയ്ക്കായിരുന്നു, ട്രിപ്പ് കൊടുത്തു എന്ന് പറയുന്നു. നഴ്സുമാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഭർത്താവിന് അറിയില്ല, കാരണം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഇത്രയും വലിയ പിഴവാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായത്. ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു അനുഭവമല്ല ഇത്. ഇതിനു മുന്നേ ഒരു കുഞ്ഞുണ്ടായി, നഴ്സിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വീണു. പ്രസവത്തിനിടെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈയുടെ എല്ലൊടിഞ്ഞു. അങ്ങനെ പല പല കേസസും ഈ നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിനെതിരെയുണ്ട്. അതുകൂടാതെ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കേസ് കൂടിയാണ് ഇത്. ബ്ലഡും യൂറിൻ സാമ്പിളും കൊണ്ട് ടെസ്റ്റിന് പോയ ആള് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയും കൂടി പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കണ്ണടഞ്ഞിട്ട് കണ്ണിന്റെ പുറംഭാഗമെല്ലാം നീല നിറം, വാ തുറന്നിരിപ്പുണ്ട്, ശ്വാസം എടുക്കുന്നില്ല, വാ തുറന്നിരിപ്പുണ്ട്, ബാക്കി അകത്തും ചുണ്ടും നാക്കും എല്ലാം നീല നിറമായി. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ കാണുന്ന ആര് കണ്ടാലും ആ ഒരു അവസ്ഥയിൽ ആൾ പോയിന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവിടുന്ന് ഞാൻ എത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വന്നു. അനസ്തേഷ്യ ഡോക്ടർ വന്നതിന് ശേഷമാണ് അനസ്തേഷ്യ ഡോക്ടർ വന്ന് നോക്കിയിട്ട് ജീവൻ്റെ തുടിപ്പ് ശരീരത്തിലുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറോളം 5-6 പേര് മാറി മാറി നിന്നിട്ട് PCR കൊടുക്കുന്നുണ്ട്. PCR കൊടുത്തിട്ട് നേരെ അവിടുന്ന് ഒരു ലെറ്റർ പേഡ് പോലത്തെ ഒരു ചീട്ടിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. ആ ഒരു കുടുംബത്തിലുണ്ടായത് തീരാ നഷ്ടം തന്നെയാണ്. കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിൽ നിന്ന് പോയ മകൾ, ആ ഒരു ട്രിപ്പ് ഇടുന്നതിന് മുന്നേ അമ്മയെ വിളിച്ച് സന്തോഷത്തോടെ സംസാരിച്ച മകൾ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത് മുഴുവനായും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയാണ്. ആ കുട്ടിക്ക് അലർജി ഉണ്ട്. നമ്മൾ അലർജി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാവുള്ളൂ. അങ്ങനെയൊന്നും ആ ഹോസ്പിറ്റലുകാർ ചെയ്തിട്ടില്ല എന്ന് ഭർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിന്റെ അനാസ്ഥകൾ. ഇതിനുശേഷവും അവർ ആ ഒരു യുവതിയുടെ റിപ്പോർട്ടിൽ പല പല കാര്യങ്ങൾ ആഡ് ചെയ്യുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു 3ഓളം പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. നോക്കുമ്പോഴാണ് ഒന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം. ഓപ്പറേഷനുള്ള സമ്മതപത്രം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്ത് 10 മിനിറ്റിനകത്ത് എങ്ങനെയാണ് ഓപ്പറേഷൻ തീരുമാനിക്കുന്നവർ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ ക്യാഷ് ഞാൻ അടച്ചിട്ടുള്ള റിസൾട്ട് വാങ്ങിയിട്ടില്ല. അവരെങ്ങനെയാണ് ഇതിന് സമ്മതപത്രം ഉണ്ടാക്കുന്നത്? ഇത് എപ്പോഴായിരുന്നു ഭാര്യ അഡ്മിറ്റ് ചെയ്തത്? ഇത് 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒരു 11:30-12 മണിയോടെയാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പം ഡോക്ടർ ഇന്ന ദിവസം പരാതി ആർക്കൊക്കെ കൊടുത്തു? മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്, പിന്നെ റൂറൽ SP കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിക്ക്, ആരോഗ്യമന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഗവൺമെന്റിനെ വിശ്വസിക്കുന്നത്? ഇത്രയും വലിയ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിട്ടും ആ ഡോക്ടർക്കെതിരെയോ ഹോസ്പിറ്റലിനെതിരെയോ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ആ കുടുംബത്തിനുണ്ടായത് തീരാ നഷ്ടം തന്നെയാണ്. അതൊരിക്കലും നികത്താനാകില്ല. ഇനി മറ്റൊരു കുടുംബത്തിന് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനായിട്ട് ഈ ഡോക്ടർക്കും ഹോസ്പിറ്റലിനുമെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
നമുക്കൊരു അസുഖം വന്നാലും നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലുകളിലേക്കാണ്. അവിടെ ദൈവത്തെ പോലെ നമ്മൾ കാണുന്നത് ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെയാണ്. അവർ നമ്മളെ കറക്റ്റായി ട്രീറ്റ്മെന്റ് തരും, നമുക്ക് ട്രീറ്റ്മെന്റ് നൽകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അത് നേരെ മറിച്ചായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനാണ് നഷ്ടമാകുന്നത്. അപ്പം ഇങ്ങനെയൊരു അനീതി ഇനി ഒരു കുടുംബത്തിന് ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ വേണം. നാളെ നമുക്കും മറ്റുള്ള ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ.